കുഞ്ഞുങ്ങളെ, ഉറക്കം വരുന്നുണ്ടോ? ഒരു കഥ കേട്ടുറങ്ങാം. എന്താ? ഗ്രാൻഡ്മ സ്റ്റോറീസിൽ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ കഥ എല്ലാവർക്കും ഇഷ്ടപ്പെടും. നോക്കൂ, അവിടെ പിള്ളേരെല്ലാം പ്ലേ ഗ്രൗണ്ടിലേക്ക് കുതിക്കുകയാണ്. ഇന്ന് സൺഡേ ആണ്, ഹോളിഡേ ആണ്. എല്ലാവരുടെയും അച്ഛനും അമ്മയും, പപ്പയും അമ്മയും, ഡാഡിയും മമ്മിയും അല്ലേ? അതെ, എല്ലാവരും ഹോളിഡേ ആഘോഷിക്കാൻ പ്ലേ ഗ്രൗണ്ടിൽ എത്തിയിരിക്കുകയാണ്. മീനു, വിവേക്, അന്ന, വിയാൻ, റിയാൻ, തേജസ്, ശാന്തി, ഷൈജ, പവൻ, ചിഞ്ചു, പിന്നെയും കുട്ടികൾ അവിടെ എവിടെയായി ഓടിച്ചാടി കളിക്കുകയാണ്. അതിൽ മീനുവിനും റിയാനും കുറച്ച് മിടുക്ക് കൂടുതലാണ്, കൂടാതെ കുറച്ച് കുസൃതിയും. രണ്ടുപേരും ഫ്രണ്ട്സുമാണ്. അവരുടെ പാരൻസും നല്ല ഫ്രണ്ട്സാണ്. അങ്ങനെ എല്ലാവരും ഗ്രൗണ്ടിലേക്ക് ഓടുകയാണ്. വാ വാ, എല്ലാവരും വാ, നമുക്ക് റിങ്ങ റിങ്ങ റോസ് കളിക്കാം, റിയാൻ വിളിച്ചു കൂവി. കുട്ടികൾ കോർത്ത് വട്ടം പിടിച്ചു. റിയാനും മീനുവും കൂട്ടുകാരാണല്ലോ. അവർ അടുത്തടുത്തായിരുന്നു നിന്നത്. രസിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് ആകാശത്ത് നിന്നും ഒരു കൂട്ടം വലിയ വെളുത്ത പഞ്ഞി പോലുള്ള മേഘക്കൂട്ടം അവരുടെ നടുവിലായി വന്നിറങ്ങി. കുട്ടികളെല്ലാം പേടിച്ച് ചിതറിയോടി. എന്നാൽ മീനു റിയാനും ഓടിയതേയില്ല. മേഘത്തെ പോലെ വലിയ വെളുത്ത താടിയുള്ള വെള്ളിമുടിയുള്ള അപ്പൂപ്പൻ. പേടിക്കാത്ത എന്റെ കുഞ്ഞുങ്ങൾ, അടുത്തുവാ. അപ്പൂപ്പൻ മേഘത്തിൽ നിന്നും താഴെ ഇറങ്ങി. നമുക്ക് ഈ മേഘത്തിൻ പാളികളിൽ കയറി ആകാശത്തു കൂടെ സഞ്ചരിക്കാം, എന്താ? അപ്പൂപ്പൻ അവരോട് ചോദിച്ചു. അവർ രണ്ടുപേരും ഒരേ സ്വരത്തിൽ വിളിച്ചു. മേഘത്തോപ്പിൽ അവരെ കളിക്കാൻ വിട്ടു. ആ വെള്ളിയപ്പൂപ്പൻ അവരുടെ കളി കണ്ട് രസിച്ച് മാറി നിന്ന് ചിരിച്ചു. കളിക്കാം, റിയാൻ മീനുവിനോട് ചോദിച്ചു. അവർ മേഘത്തിൽ ഒളിച്ചു കളിച്ചു, ആടി ഉലഞ്ഞു, ആർത്തു ചിരിച്ചു. പാവം വിവേകും അന്നയും ഒക്കെ വേണമായിരുന്നു അല്ലേ? നല്ല രസമായിരുന്നേനെ, മീനു പറഞ്ഞു. അവർ പേടിച്ചോടിയിട്ടല്ലേ? ോടൊപ്പം കളിക്കാമായിരുന്നു, റിയാൻ പറഞ്ഞു. മീനു സങ്കടപ്പെട്ടു. പക്ഷേ അവൾ വീണ്ടും മേഘത്തിൽ ചുറ്റിക്കളിച്ചു, ആർത്ത് ചിരിച്ചു. മതി മതി, ഇനി തിരികെ പോവാം മക്കളെ. ആ വെള്ളിയപ്പൂപ്പൻ അവരോട് പറഞ്ഞു. നിങ്ങളുടെ പാരൻസ് നിങ്ങളെ തിരക്കി വരുന്നതിന് മുൻപേ നമുക്ക് അവിടെ എത്തണം. വെള്ളിയപ്പൂപ്പൻ അവരെ ചേർത്ത് പിടിച്ചു താഴ്ന്നിറങ്ങി. അവരുണ്ടായിരുന്ന അതേ സ്ഥലത്ത് അവരെ നിലത്തെത്തിച്ചു. എന്നിട്ട് വെള്ളിയപ്പൂപ്പൻ ആ മേഘത്തേരിൽ കയറി ആകാശത്തേക്ക് ഉയർന്നു. അവർ വന്നത് കണ്ട് എല്ലാവരും ഓടിയെത്തി. നിങ്ങൾ എങ്ങോട്ട് പോയി? കുഞ്ഞുങ്ങളെല്ലാം അവരോട് തിരക്കി. ഞങ്ങൾ ആ മേഘത്തിലെ വെള്ളിയപ്പൂപ്പന്റെ കൂടെ ആകാശത്ത് കൂടെ കറങ്ങി, നല്ല രസമായിരുന്നു. ഞങ്ങൾ അവിടെ ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചു.
ഞങ്ങൾ അവിടെ ഹൈഡ് ആൻഡ് സീക്ക് കളിച്ചു. ഞങ്ങൾ ആ മേഘപാളികളിൽ ഒളിച്ചു കളിച്ചു. ഓ, എന്തൊരു രസമായിരുന്നു! നിങ്ങൾ പേടിച്ചോടിയില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്കും വരാമായിരുന്നു. ഇല്ല, ഞങ്ങൾ ഇനി ഒരിക്കലും പേടിച്ചോടില്ല. ഞങ്ങൾക്കും അങ്ങനെ കളിക്കണം, കുഞ്ഞുങ്ങളെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു. കുഞ്ഞുങ്ങളെ, ഇനി ഗ്രാൻഡ്മ ഒരു കാര്യം പറയട്ടെ. നമ്മുടെ മുന്നിൽ അസാധാരണമായി എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ ഒരിക്കലും പേടിച്ചോടുകയല്ല വേണ്ടത്. ധൈര്യപൂർവം അതിനെ നേരിടുക, മുന്നോട്ട് പോവുക, അതാണ് വേണ്ടത്. ഇനി ഇത്രയും മതി. കുഞ്ഞുങ്ങൾക്ക് ഉറക്കം വന്നു തുടങ്ങിയല്ലേ, ഇനി സുഖമായി ഉറങ്ങിക്കോളൂ. വെള്ളി മേഘങ്ങളെയും നീലാകാശത്തെയും വെള്ളി അപ്പൂപ്പനെയും ഒക്കെ കണ്ട് സുഖമായി ഉറങ്ങും.